നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുജിചന്ദ്രനാണ് ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കൊപ്പം ഉള്ളത്. സുജിചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ആകെ കളറാണല്ലോ. ഗുഡ് മോർണിംഗ് ശ്രീമതി സേതു. അപ്പോൾ ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഈ നവകേരള സർവേ പാളിയ വാർത്ത, അതോടൊപ്പം ഫറൂഖ് അബ്ദുള്ളയും മുഖ്യമന്ത്രിയും തമ്മിൽ, പിണറായി വിജയനും തമ്മിൽ ഇന്നലെ ഉണ്ടായ ആ സൗഹൃദ നിമിഷത്തിൻ്റെ വാർത്ത, അതേപോലെ ഇന്ത്യയും മക്രോണും തമ്മിലുള്ള, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിച്ച് പുതിയ കരാറുകളിലേക്ക് പോകുന്ന വാർത്ത, പിന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെയാണ് പ്രധാനമായിട്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ട റിപ്പോർട്ട് തന്നെയാണ് മാതൃഭൂമിയുടെ ആദ്യത്തെ ഹെഡിങ് വാർത്തയുടെ മേലെ തന്നെ കാണുന്നത്. ഡേഞ്ചർ സോണിൽ രക്ഷകരാകും മല്ലു റോബോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ റോബോട്ടുകളെ കുറിച്ചൊക്കെയുള്ളൊരു വാർത്ത. അതേതായാലും സ്കാൻ ചെയ്യാത്തത് കൊണ്ട് TV-യിൽ കാണിക്കുന്നില്ല, പെട്ടെന്ന് അത് കണ്ടപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഒന്നാമത്തെ മാതൃഭൂമിയുടെ വാർത്ത സർവേ പാളി, നവകേരള സർവേ സർക്കാരിന് തിരിച്ചടിയായി എന്ന വാർത്ത. ഈ വാർത്ത തന്നെയാണ് എല്ലാ മലയാള പത്രങ്ങളുടെയും, ഒട്ടുമിക്ക മലയാള പത്രങ്ങളുടെയും, ഒരുപക്ഷേ ദേശാഭിമാനിയൊക്കെ ഒഴിച്ച് ഇന്നത്തെ ഹെഡിങ് പ്രധാന വാർത്ത. നവകേരള സർവേ സർക്കാരിന് കനത്ത തിരിച്ചടി, നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞ വാർത്ത. എങ്ങനെയാണ് ഈ വാർത്ത വിവിധ പത്രങ്ങൾ കൈകാര്യം ചെയ്തതെന്നുകൂടി കൗതുകത്തോടെ ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് നോക്കുന്നുണ്ട്. മാതൃഭൂമിയിൽ സർവേ പാളി എന്ന വലിയ 2 വാക്കുകളുള്ള ഈ ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് ആ വാർത്ത വന്നത്. രാഷ്ട്രീയ സർവേ ആണെന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. പൊതുഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ നടത്തുന്ന നവകേരളം സർവേ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സർവേക്ക് ഭരണാനുമതി നൽകുന്നതുൾപ്പെടെയുള്ള അനുബന്ധ ഉത്തരവുകളും റദ്ദാക്കി എന്ന വാർത്ത ഒന്നാമത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്തയായി ആഗോള അയ്യപ്പ സംഗമം തന്നെ സ്ഥാനം പിടിക്കുന്നു. ഇതാണ് സത്യം, പുറത്തു വന്ന കണക്കെല്ലാം സത്യമെന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ഇന്നലെ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് നടത്തിയ വാർത്താ സമ്മേളനവും അത് തിരുത്തി വീണ്ടും കണക്ക് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ശബരിമല അയ്യപ്പ സംഗമം ആ പണം ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് 11-ാം തീയതി, ഫെബ്രുവരി 11-ാം തീയതി മാതൃഭൂമി കൊടുത്ത വാർത്ത അവർ അതിൻ്റെ തലക്കെട്ട് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ വാർത്ത ശരിയായി എന്ന മട്ടിലാണ് അവർ ആ വാർത്ത നൽകിയിരിക്കുന്നത്. വീഴ്ച പറ്റിയത് ബോർഡിനെന്ന് K ജയകുമാർ സമ്മതിച്ചത് K ജയകുമാറിൻ്റെ ചിത്രത്തിനൊപ്പം കൊടുത്തിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചിലവ് സംബന്ധിച്ച് പുറത്തു വന്ന കണക്കുകളെല്ലാം ശരിവയ്ക്കുകയാണ് ദേവസ്വം ബോർഡ്. ഇനി കണക്കുകളും രേഖകളും പരിശോധിച്ച് ഓഡിറ്റ് അന്തിമമാക്കാൻ ഒരു സമിതിയെ ബോർഡ് ചുമതലപ്പെടുത്തിയതടക്കമുള്ള വാർത്ത അതിലുണ്ട്. താഴേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ദൃഢബന്ധം ഊട്ടിയുറപ്പിച്ച് ഇന്ത്യയും ഫ്രാൻസും ഒരു വാർത്ത. കശ്മീരിനോടുള്ള അവഗണന വിതുമ്പി ഫറൂഖ് അബ്ദുള്ള, അത് രണ്ടും തമ്മിൽ ചേർത്ത് വച്ചിരിക്കുകയാണ്. 2 ആലിംഗനങ്ങളാണ്, 2 കെട്ടിപ്പിടുത്തങ്ങളാണ് ഇന്നലത്തെ വാർത്താ ദിവസത്തിൻ്റെ പ്രത്യേകത. വാർത്താ ദിവസത്തെ 2 സൗഹൃദ നിമിഷങ്ങൾ. ആ 2 ആശ്ലേഷങ്ങളിൽ ഒന്ന് കശ്മീരിനോടുള്ള അവഗണനയിൽ വിതുമ്പിയ ഫറൂഖ് അബ്ദുള്ള. കേരളത്തിൽ പരിപാടിക്കെത്തിയ ഫറൂഖ് അബ്ദുള്ള പ്രസംഗശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ കെട്ടിപ്പിടിക്കുന്ന വാർത്തയാണ്. ഗാന്ധിജി പുനർജനിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിന് സംഭവിച്ചത് കണ്ട് അദ്ദേഹം ലജ്ജിക്കുമെന്ന് ഫറൂഖ് അബ്ദുള്ള പറയുന്നു. തൊട്ടിപ്പുറത്ത് ഇന്ത്യയും ഫ്രാൻസും ആഗോള സ്ഥിരതയുള്ള ശക്തികളായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ വാർത്താ സമ്മേളനത്തിനിടെ ഇമ്മാനുവൽ മക്രോണെ പ്രധാനമന്ത്രി ആശ്ലേഷിക്കുന്ന ചിത്രവും അതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ എഡിറ്റ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങുന്നു: ഇതല്ല ജനാധിപത്യം, ഇന്ത്യൻ ജനത പോരാടി നേടിയ ജനാധിപത്യം ഇതല്ല. നമ്മൾ തടവുകാരായി കഴിയുന്ന ഒരു ജനാധിപത്യത്തിന് വേണ്ടിയല്ല നമ്മുടെ പൂർവികർ ബ്രിട്ടീഷുകാരെ നാട്ടിൽ നിന്ന് തുരത്തിയതെന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് ഇന്നലെ വിഷൻ 2031 സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന ചടങ്ങിലാണ് ഫറൂഖ് അബ്ദുള്ള ഈ പ്രസംഗം നടത്തിയത്. ഇതിൽ നമ്മൾ ആദ്യം കണ്ട ചിത്രം, സൗഹൃദ നിമിഷം, കണ്ണീരണിഞ്ഞ് ആർദ്രമായി ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ, കേരളം മതനിരപേക്ഷതയുടെ നാടാണെന്നും മറ്റും അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിക്കുന്ന ആ രംഗം സംഭവിച്ചത് ഈ പ്രസംഗത്തിൻ്റെ ഒടുവിലാണ്. വന്ദേ മാതരം എങ്ങനെ ഉണ്ടായതെന്നറിയാമോ? ബംഗാളിലെ വലിയ ക്ഷാമകാലത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിളകൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അതിൻ്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ആ ഭീകരതയ്ക്കെതിരെയാണ് ആ ഗാനം ഉയർന്നു വന്നത്. ഇന്ന് ആ ഗാനത്തെ ഭയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ രാജ്യത്തിൻ്റെ ആത്മാവ് ജീവനോടെയുണ്ട്, അതെന്നും നിലനിൽക്കും, ഒരു ദിവസം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഫറൂഖ് അബ്ദുള്ള പറയുന്നതടക്കമുള്ള പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ പൂർണ്ണരൂപം എഡിറ്റ് പേജിൽ ഇതല്ല ജനാധിപത്യം എന്ന പേരിൽ നൽകിയിരിക്കുന്നു. 7-ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗം പ്രായപരിധി വരുമെന്ന വാർത്ത മാതൃഭൂമിയിലുണ്ട്. ഡീപ് ഫേക്ക് തടയാൻ നിയന്ത്രണങ്ങൾ വേണമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മാധ്യമ ഉള്ളടക്കങ്ങൾക്ക് പണം നൽകണം, അതായത് പരമ്പരാഗത
പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളുടെ ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കുന്ന ടെക് പ്ലാറ്റ്ഫോമുകൾ അതിന് ന്യായമായ പണം നൽകണമെന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് ഇതിലുള്ളത്. അങ്ങനെ വിവിധ വിദേശ രാജ്യങ്ങളിൽ ഈ നിയമം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും താമസിയാതെ ഈ നിയമം വരും എന്നതടക്കമുള്ള വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഈ AI വന്നതോടുകൂടി ഓരോ രാജ്യങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നതും പ്രായപരിധി വിലക്ക് ഏർപ്പെടുന്നതുമൊക്കെ സംബന്ധിച്ച വാർത്തകൾ ദിവസവും ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മനോരമയുടെ ഒന്നാമത്തെ വാർത്ത എല്ലാം നമുക്ക് അറിയുന്ന വാർത്ത തന്നെയാണ്. നവകേരള സർവേ റദ്ദാക്കിയതാണ്. വിവിധ പത്രങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തതെന്നാണ് നോക്കുന്നത്. ദുരുദ്ദേശ സർവേ എന്നാണ് ഒന്നാമത്തെ തലക്കെട്ടിൽ വലിയ അക്ഷരങ്ങളിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി, സർക്കാരിന് തിരിച്ചടി സ്വാഭാവികം. അതിൻ്റെ താഴെ ഹെഡിങ് ദുരുദ്ദേശ സർവേ. സർക്കാർ പ്രഖ്യാപനത്തിന് മുമ്പ് CPIM സംസ്ഥാന സെക്രട്ടറി കത്തയച്ചത് എങ്ങനെയെന്ന് കോടതി ചോദിക്കുന്നു. പാർട്ടിക്ക് സർക്കാരിൻ്റെ മുഖമാകാൻ കഴിയുമോ എന്നും കോടതി. ഈ വാർത്ത ആദ്യം വന്നത് മനോരമയിൽ പ്രാധാന്യത്തോടെ വന്നിരുന്നു. ആ ദിവസത്തെ വാർത്താ തലക്കെട്ട് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ മനോരമയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. സർക്കാർ സർവേ പാർട്ടി നടത്തും എന്നായിരുന്നു അന്നത്തെ തലക്കെട്ട്. അയ്യപ്പ സംഗമത്തിൻ്റെ വാർത്ത തന്നെയാണ് മനോരമയുടെയും രണ്ടാമത്തെ വാർത്ത. വീഴ്ച സംബന്ധിച്ച് ദേവസ്വം ബോർഡ് കണക്കിൽ പാളി എന്നാണ് തലക്കെട്ട്. AICയുടെ കണക്ക് തള്ളി, ബോർഡ് അംഗീകരിച്ച തുക മാത്രമേ നൽകൂ. തന്ത്രിയുടെ ഒരു കത്ത് ഇതിനിടെ ഹൈക്കോടതിക്ക് പോയിട്ടുണ്ട്. അതായത് സാമ്പിൾ ശേഖരിച്ചല്ലോ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന്. അങ്ങനെ സാമ്പിൾ എടുത്തത് ആചാരലംഘനമാണെന്ന് കാണിച്ചാണ്, സാമ്പിൾ മുറിച്ചെടുത്തത് ആചാരലംഘനമാണെന്ന് കാണിച്ചാണ് ഈ കത്ത് പോയത്. അങ്ങനെ ഒരു കത്ത് കിട്ടിയതായും അത് ചർച്ച ചെയ്യുമെന്നും അതിന്മേൽ എന്താണ് ചെയ്യേണ്ടതെന്നടക്കം നടപടി ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും പറഞ്ഞിരുന്നു. അയ്യപ്പ സംഗമം അങ്ങനെ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ്. ആ വാർത്ത രണ്ടാമത്തെ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം നമ്മുടെ ചിത്രം കശ്മീർ ടു കേരളം, അത് നേരത്തെ പറഞ്ഞ അതേ ഫറൂഖ് അബ്ദുള്ള പിണറായി വിജയൻ ചിത്രം മനോരമയുടെ മുൻ പേജിൽ ഒന്നാമതായി ഇടതുവശത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിഷൻ 2031 സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് എത്തിയ കശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ളയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശ്ലേഷിക്കുന്നു എന്നാണ് മനോരമയിൽ വന്ന ആ ചിത്രം. മനോരമയുടെ 8ാം പേജിലേക്ക് പോയാൽ ഒരു ശബരിമല വാർത്തയുടെ തുടർച്ചയുണ്ട്. ബിനോയ് വിശ്വത്തിൻ്റെ അതിദീർഘമായ ഇൻ്റർവ്യൂ, പോർ മുഖാമുഖം എന്ന് പറഞ്ഞിട്ട് ഇലക്ഷനോടനുബന്ധിച്ച് നേതാക്കളുടെ അഭിമുഖങ്ങൾ നൽകുന്ന പങ്ക്തിയിലാണത്. ശബരിമല സ്വർണ്ണക്കൊള്ള, യുവതീ പ്രവേശം തുടങ്ങിയവയ്ക്കൊപ്പം സമുദായ സംഘടനകളുമായുള്ള ബന്ധവും വലിയ ചർച്ചയാകുമ്പോൾ LDFന് മുമ്പിലുള്ള വഴികൾ എന്തെല്ലാം എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിക്കുന്നു. VD സതീശൻ LDFിൻ്റെ പ്രശ്നമേ അല്ല എന്ന് ബിനോയ് വിശ്വം പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൻ്റെ ഗതി മാറിയില്ലെന്ന് കോടതിക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം പറയുന്നു. ബോധ്യമാകാത്തത് കോൺഗ്രസിനും BJPക്കും മാത്രമാണ്. സമുദായ സംഘടനകളുമായി അന്തസാർന്ന ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ബിനോയ് വിശ്വം പറയുന്നു. പ്രധാന തലക്കെട്ടായി അഭിമുഖത്തിൻ്റെ തലക്കെട്ടായി വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വർണം കട്ടവർക്ക് ശിക്ഷ ഉറപ്പ് എന്ന ബിനോയ് വിശ്വത്തിൻ്റെ ഉറപ്പാണ്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ തലക്കെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രം തന്നെയാകും. ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രി ചിത്രം, ആ ആലിംഗനത്തിൻ്റെ വലിയ ചിത്രം 2 കോളത്തിൽ വീശി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട വാർത്ത, മാധ്യമങ്ങൾ വികസനം മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട വികസന പരിപാടികൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ക്യാമറകൾ എത്താതിരുന്നതിനെ ഇന്നലെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ തമസ്കരിക്കാൻ മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാർത്തയാണ്. നാടിൻ്റെ മുന്നേറ്റം ജനങ്ങൾ അറിയരുതെന്ന് വൻകിട മാധ്യമങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇവിടെ ചെറുകിട മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ ക്യാമറകൾ മാത്രമേ ഉള്ളല്ലോ എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാർത്ത അവർ ഒന്നാം തലക്കെട്ടാക്കിയിരിക്കുന്നു. കേരള കൗമുദിയിലേക്ക് വന്നാൽ ഇന്ത്യ ഫ്രാൻസ് സുപ്രധാന കരാറിനെക്കുറിച്ച് തന്നെയാണ് ഒന്നാമത്തെ വാർത്ത. ഇരട്ട നികുതി ഒഴിവാക്കി 114 റഫേൽ വിമാനങ്ങൾക്ക് കരാർ. ഹാമർ മിസൈലുകൾ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമ്മൾ വിശദമായി ന്യൂസ് മലയാളത്തിലും നൽകിയ വാർത്തയാണ്. ആ വാർത്തയാണ് ഒന്നാം വാർത്തയാകാൻ കേരള കൗമുദി എന്തായാലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. നവകേരള സർവേക്ക് റദ്ദാക്കി ചെലവായത് തിരിച്ചടയ്ക്കണം എന്നാണ് അവരുടെ ഒന്നാമത്തെ വാർത്ത. കൗമുദിയുടെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് പോയ പോലെ കേരള പോലീസിൻ്റെ വെബ് സെർവർ സംവിധാനം തടസ്സപ്പെട്ടത് പോലീസിനെ വെള്ളം കുടിപ്പിച്ചു. സെർവർ ഡൗണായി വെള്ളം കുടിച്ച് പോലീസ്. ഹാർഡ്വെയറാണ് പണിമുടക്കിയത് എന്നതടക്കമുള്ള ഇന്നലെ പോലീസിൻ്റെ വെബ്സൈറ്റ് ഡൗണായതിൻ്റെ വാർത്ത എക്സ്ക്ലൂസീവായി കേരള കൗമുദി നൽകിയിരിക്കുന്നു. മാധ്യമത്തിലാണെങ്കിൽ നവകേരള സർവേ വിവിധ മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ കൊടുത്തതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നോക്കാം. മാധ്യമത്തിൽ ഖജനാവിലെ പണം തുടരുത്,
പണം തൊടരുത് എന്ന വലിയ തലക്കെട്ടാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. വീക്ഷണത്തിലാണെങ്കിൽ സർവ്വം മായം എന്നൊരു സിനിമ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, എപ്പോഴും തിയേറ്ററുകളിലുണ്ട്. സർവേ മായം എന്നാണ്, നവകേരള സർവ്വ നിയമവിരുദ്ധം, ഹൈക്കോടതിയുടെ കടുംവെട്ട് എന്നാണ് വീക്ഷണം ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ചന്ദ്രികയാണെങ്കിൽ സർവം നാടകം, അത് സർവേ നാടകമെന്നും സർവം നാടകമെന്നും വായിക്കാം. വെട്ടിലായി സർക്കാർ പണം അനുവദിച്ചതിൽ ചട്ടലംഘനം, നവകേരള സർവേ കോടതി റദ്ദാക്കി എന്നാണ്. ജന്മഭൂമി എടുത്താൽ പിണറായി വിജയൻ സർക്കാരിന് കനത്ത തിരിച്ചടി, നിയമവിരുദ്ധം, സർവേ റദ്ദാക്കിയെന്ന് സ്ട്രൈറ്റായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇമ്മാനുവൽ മക്രോണും ഇമ്മാനുവൽ മക്രോണും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചിത്രത്തിൻ്റെ ഒരു സൗഹൃദ നിമിഷം അവർ നൽകിയിട്ടുണ്ട്. PSLV പരാജയം അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കുന്ന വാർത്ത ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ജന്മഭൂമിയിൽ നൽകിയിരിക്കുന്നു. സിറാജിലാവട്ടെ, രാഷ്ട്രീയ കക്ഷികളോട് സുപ്രീം കോടതിയുടെ ഒരു ഉപദേശമുണ്ട്, ബഹുമാനം മുഖ്യം, ഭരണഘടനാപരമായ ധാർമ്മികത പാലിച്ചു വേണം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ. രാഷ്ട്രീയ കക്ഷികൾ രാജ്യത്ത് സാഹോദര്യം വളർത്തിയെടുക്കുകയും ഭരണഘടനാപരമായ ധാർമ്മികത പാലിച്ച് പരസ്പര ബഹുമാനത്തോടെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികളുടെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗങ്ങൾ നമുക്ക് പലതും ഓർമ്മയുണ്ട്. തടയുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സുപ്രഭാതത്തിൽ സർവേ പൊതുജലവിൽ വേണ്ട. ഒപ്പം റമദാൻ വ്രതാരംഭം നാളെ. ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ വ്രതം തുടങ്ങുകയാണ്. മാസപ്പിറവി ദൃശ്യമാവാത്തതിനാൽ റമദാൻ ഒന്ന് നാളെ ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ച വാർത്ത. പ്രേക്ഷകർക്ക് മുൻകൂറായി റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷം ഫസ്റ്റ് സ്റ്റോപ്പ് ചുരുക്കുന്നു. സേതു.